പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. 2 ദിവസം മുമ്പും സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരിച്ചൊരു വാർത്ത ഉണ്ട്. സംഭവം പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് ഒരു ഇന്റർവ്യൂ എടുത്തത് മോഹൻലാലാണ്. അതിന് ഒരുപാട് ആൾക്കാർ, സംഘികളായാലും മുസ്ലിം ലീഗുകാരായാലും കോൺഗ്രസ്സുകാരായാലും ഒരുപാട് ആൾക്കാർ കമന്റ് ഞാൻ കണ്ടു. സംഭവം പറയുമ്പോഴത്തേക്ക് മോഹൻലാലിന് ഇല്ല പണിയൊന്നുമില്ലേ, മോഹൻലാലിനെ അഭിനയിച്ചിരുന്നവരെന്നൊക്കെ. മോഹൻലാൽ ഒരു നല്ല നടനാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു മുഖ്യമന്ത്രിയാണ്. 10 വർഷക്കാലം ഒരുമിച്ച് ഭരിച്ച കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ കണ്ണ് പോയാലേ കണ്ണിന്റെ വില എന്താണെന്ന് അറിയും. നമ്മുടെ ചെവിന്റെ ഡ്രമ്മ് പോയാലേ ചെവിന്റെ വില എന്താണെന്ന് അറിയും. ഒരു കൈ പോയാൽ കൈന്റെ വില എന്താണെന്ന് അറിയും. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി പോയാൽ ഈ മുഖ്യമന്ത്രിന്റെ വില നമ്മൾക്ക് അറിയും. ഇന്റർവ്യൂ എടുത്തത് മോഹൻലാൽ എന്നുള്ളൊരു ഏറ്റവും വലിയ നടനായത് കൊണ്ട് ഞാൻ പറയാം, ഏറ്റവും നല്ല ഒരാൾക്ക് ഏറ്റവും നല്ല ആളെ സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് പിണറായി വിജയന്റെ ഏറ്റവും നല്ലൊരു ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മോഹൻലാലിനെ കൊണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ചത്. ആ ഇന്റർവ്യൂവിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അവസാനം കുറച്ച് സിനിമയെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യരാണ്. സിനിമ കാണും, ജനങ്ങളെ പരിചാലും, ജനങ്ങളെ മനസ്സറിയും. കേരളത്തിന്റെ ഹൃദയം പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സാറ്. അതിൽ യാതൊരു തർക്കമില്ല. അതിന് ഒരുപാട് ജനങ്ങൾക്ക് ഒരു ചൊറിച്ചല്. ഉദാഹരണം, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനോ, ഞാൻ LDF-കാരനോ, ഞാൻ UDF-കാരനോ, ഞാൻ ഒരു BJP-കാരനോ അല്ല. ഞാൻ സാധാരണ മനുഷ്യനാണ്. പക്ഷെ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലേ, ഒരാൾക്കാർ എന്തൊക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലേ, ഒന്ന് നോക്കണം. ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ പോലും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. ഈ പുറകിൽ നിന്ന് കുത്തുന്ന ആ പരിപാടി നിർത്തണം. നേര് അത്ര തൻ്റെ ഉണ്ടെങ്കിൽ നേരിൽ നിങ്ങളൊരു വീഡിയോ ഇറക്കോളി. അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ പിന്നെ പറയണ്ടോ കാണില്ല. അത് വേറെ കാര്യം. അങ്ങനെ പറഞ്ഞുള്ളൂ. സംഭവം പറയുന്നതാ. അതുകൊണ്ട് ഏറ്റവും വലിയ വൃത്തികേടാണ് ആൾക്കാരെ കാണിക്കുന്നത്. ഈ മുഖ്യമന്ത്രിന്റെ ഭരണത്തിന്റെ ഒരു നിങ്ങൾക്ക് കൊള്ളരമായി ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിലൂടെ അല്ലെങ്കിൽ പറഞ്ഞറിയിക്കണം, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞറിയിക്കണം. അതാണ് വേണ്ടത്. ഞാൻ കണ്ടിടത്തോളം കേരളത്തെ രക്ഷിക്കാൻ ഇനി രക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ LDF സർക്കാരിന് മാത്രമേ ഉള്ളൂ. കേരളം പറയുമ്പോൾ LDF സർക്കാരിന് 10 വർഷത്തിൽ എവിടെയെങ്കിലും LDF ഭരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 1 മിനിറ്റ് ആലോചിച്ചാ എന്താവും? താറുമാറാവും. അത് ആലോചിച്ച് വേണം ഓരോരോ ജനങ്ങൾ മുന്നോട്ട് വെക്കാൻ. അങ്ങനെ പിന്നെ പറയുമ്പോഴത്തേക്ക് ഭരണം അറിയാത്ത ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർ ഭരണം അറിയാം, യഥാർത്ഥത്തിൽ എന്തറിയാം, അവരുടെ പാർട്ടിന്റെ ഒരു നിലനിൽപ്പിനാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യങ്ങൾ അറിയണം. എന്തൊക്കെ കാര്യങ്ങൾ ഈ 10 വർഷം കഴിഞ്ഞ നിഫ വൈറസ്, കൊറോണ വൈറസ്, 2 പ്രളയം, 2008 പ്രളയം കയറില്ലേ, ആദ്യം പോയി 2023 വയനാടിന്റെ ഒരു ഉരുൾപൊട്ട്, അങ്ങനെ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അതിനൊക്കെ ഫേസ് ചെയ്തതാ. അതുപോലെ ബാക്കി ഏതെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പൊ വരാതെ പോയിട്ട് റൂമിനകത്ത് പോയിട്ട് ആത്മഹത്യ ചെയ്തേനെ. അത് വേറെ കാര്യം. അറിയാതെ പോകരുത്, ഭരണത്തിന് അറിയാതെ പോകരുത്. പട്ടിണി പാവങ്ങൾക്ക് എന്നും ഉത്തമമായിട്ടുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ, LDF സർക്കാർ. മനസ്സിലായല്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ആർക്കും വേദനിപ്പിച്ചെങ്കിൽ സോറി. നന്ദി, നമസ്കാരം.